താലൂക്ക്, ജില്ലാ മെഡിക്കൽ കോളേജ് മേഖലകളിൽ ചെലവ് കുറഞ്ഞ വിദഗ്ധ സൗകര്യങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ ബൃഹത് സൗജന്യ ആരോഗ്യ പദ്ധതിയെ സാമ്പത്തികമായി താങ്ങാനാവൂ. ജീവിതശൈലി രോഗങ്ങൾക്കടക്കം സമ്പൂർണ്ണ പ്രതിരോധവും സൗജന്യ ചികിത്സയും ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നു. പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി 2500 കോടി രൂപ വകയിരുത്തി. സമഗ്ര ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചെങ്കിലും കാരുണ്യ പദ്ധതിക്കായി 350 കോടി രൂപ നീക്കിവെച്ചു. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി നൽകും. അവയവം മാറ്റിവെച്ച രോഗികൾക്ക് മരുന്ന് വിലയിൽ 10% ഇളവ് നൽകും. മെഡിക്കൽ കോളേജുകളെയും മുൻനിര ആശുപത്രികളെയും സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തും. 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റും. പൊതുവിദ്യാലയങ്ങളുടെ പശ്ചാത്തല വികസനത്തിനായി 1000 കോടിയുടെ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചു. വിദ്യാഭ്യാസ വായ്പാ പ്രതിസന്ധി പരിഹരിക്കാൻ എഡ്യൂക്കേഷൻ ലോൺ റീപേയ്മെന്റ് സപ്പോർട്ട് സ്കീം ആരംഭിക്കും. സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കിഫ്ബിയിൽ നിന്നും 500 കോടി രൂപ നീക്കിവെച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് 863 കോടി രൂപയും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 470 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.